അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 19 സങ്കീർത്തനം 7 വാക്യം നമുക്ക് വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ദൈവത്തെയും അവൻ്റെ അനുഗ്രഹങ്ങളെയും സ്വഭാവത്തെയും പാപത്തോടുള്ള ദൈവത്തിൻ്റെ സമീപനത്തെയും ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റെല്ലാ ശക്തികളും നിഗൂഢമായിരിക്കുമ്പോൾ ദൈവം തന്നെക്കുറിച്ചുള്ളതെല്ലാം മനുഷ്യവർഗത്തോട് ബൈബിളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാർത്ഥമായി ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ ആരെങ്കിലും വായിക്കുവാൻ ശ്രമിച്ചാൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കരുതുന്ന സ്നേഹവാനായ ഒരു സ്വർഗീയ പിതാവിനെ നമുക്കതിൽ കണ്ടെത്തുവാൻ കഴിയും. ചില കാര്യങ്ങൾ ചെയ്യരുതെന്നും ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചില വാക്കുകൾ പറയരുത് എന്നും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ദൈവവചനമായ ബൈബിളിൽ മനുഷ്യന് ക്ഷതം വരുന്ന ഒരു ഉപദേശവും ഇല്ല. എന്നാൽ സാത്താൻ്റെ സ്വഭാവം നമ്മിൽ വരാതിരിക്കുവാനായി അനേകം ഉപദേശങ്ങൾ ബൈബിളിലുണ്ട്. കോപം സാത്താൻ്റെ സ്വഭാവമാണ്. നന്നായി കോപം വരുമ്പോൾ കണ്ണാടിയിൽ ഒന്ന് നോക്കിയാൽ കാര്യം മനസ്സിലാകും. കോപമോ വൈരാഗ്യമോ ഒന്നും ഇല്ലാത്ത സമയത്ത് നാം കണ്ണാടിയിൽ നോക്കിയാൽ കോപമുള്ളപ്പോൾ നാം കണ്ട വ്യക്തിയെ കാണുവാൻ കഴിയുകയില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന 2 ശക്തികൾ പ്രപഞ്ചത്തിലുണ്ട്. ഒന്ന് സാത്താന്യ ശക്തിയും ഒന്ന് ദൈവശക്തിയുമാണ്. കൊല്ലുവാനും കൊലവിളി നടത്തുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും മോശമായ രീതിയിൽ ജീവിക്കുവാനും സാത്താൻ നാം അറിയാതെ സ്വാധീനിക്കുമ്പോൾ ദൈവം നമ്മെ അതിൽ നിന്നും എതിർ ദിശയിലേക്ക് മാറ്റിക്കൊണ്ടുപോയി നമ്മെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ ആഗ്രഹം തെറ്റ് ചെയ്യുവാനാണെങ്കിൽ സാത്താൻ്റെ സ്വാധീനം നമ്മിൽ ജയിക്കും എന്ന് നാം മനസ്സിലാക്കണം. എന്ത് പ്രതികൂലം സഹിക്കേണ്ടി വന്നാലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന തീരുമാനത്തിൽ നാം ഉറച്ചു നിന്നാൽ നമുക്ക് തന്നെ തോന്നുന്ന ചിന്തകളാണ് നാം കുറഞ്ഞു പോകുന്നു, നാണക്കേടാവും, നാം പരാജയപ്പെടുന്നു എന്നുള്ള ചിന്തകൾ. സത്യത്തിൽ ഈ ചിന്ത നമ്മുടേതല്ല. നമ്മെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ്റേതാണ് ആ ചിന്തകൾ. നാം ആ ചിന്തയെ അതിജീവിച്ച് തെറ്റുകൾ ചെയ്യില്ല എന്ന് ഉറച്ച് തീരുമാനിച്ചാൽ നമ്മളുള്ള സാത്താൻ്റെ സ്വാധീനം നഷ്ടമാവുകയും നമ്മെ കൺട്രോൾ ചെയ്യുവാൻ ദൈവം തുടങ്ങുകയും ചെയ്യുന്നു. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും നിർബന്ധിച്ചോ പേടിപ്പിച്ചോ തന്നെ ആരാധിക്കണമെന്ന് പറയുകയില്ല. എന്നാൽ തന്നെ ആരാധിക്കുന്നവർ വിശുദ്ധരായിരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ട്. അവനെ ആരാധിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മെക്കൊണ്ട് സാത്താനെ ആരാധിപ്പിക്കും. ഓർക്കുക, സാത്താന് അല്ലെങ്കിൽ പിശാചിന് ദൈവം ഒരു നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. സാത്താന് മാത്രമല്ല, അവനെ ആരാധിക്കുന്നവർക്കും കൂടിയാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. 19 സങ്കീർത്തനം 7 വാക്യത്തിൽ സങ്കീർത്തനം എഴുതിയ വ്യക്തി പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഒരു അറബിക്കഥ ഇപ്രകാരമാണ്. 2 യൗവനക്കാർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. മരുഭൂമിയിൽ യാത്രാമധ്യേ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലെ എഴുത്ത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ഇവിടെ നിന്ന് അല്പം മണൽ വാരേണം. നിങ്ങൾ മണൽ വാരിയാലും കരയും, മണൽ വാരിയില്ലെങ്കിലും കരയും. ഇത് വായിച്ച് മുൻപിൽ നടന്ന വ്യക്തി മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് തന്നെ പോയി. ചുട്ടുപൊള്ളുന്ന മണലെടുക്കുവാൻ ആ പ്രിയപ്പെട്ടവൻ്റെ ബുദ്ധി അവനെ അനുവദിച്ചില്ല. എന്നാൽ പുറകിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന യൗവനക്കാരൻ ആരും കാണാതെ അല്പം മണൽ വാരി പൊതിഞ്ഞ് പോക്കറ്റിലിട്ടു. വീട്ടിൽ വന്ന് മണൽ വാരിയവൻ അത് തുറന്നു നോക്കിയപ്പോൾ സ്വർണ്ണ മണലായിരുന്നു അത്. അപ്പോൾ തന്നെ അയാൾ കരയുവാൻ തുടങ്ങി. കരച്ചിൽ ശബ്ദം കേട്ട് കൂട്ടുകാരൻ വന്ന് നോക്കിയപ്പോൾ സ്വർണ്ണ മണൽ കണ്ടു. ഉച്ചത്തിൽ അവനും കരയുവാൻ തുടങ്ങി. ഒന്നാമത്തവൻ കരഞ്ഞത് അല്പമല്ലേ വാരിയുള്ളൂ, കുറച്ചുകൂടി വാരാമായിരുന്നല്ലോ എന്ന് ഓർത്താണെങ്കിൽ രണ്ടാമത്തവൻ കരഞ്ഞത് അല്പമെങ്കിലും വാരിയില്ലല്ലോ എന്ന് ഓർത്താണ്. ഇന്ന് ബൈബിൾ വായിക്കുന്നത് മണ്ടത്തരമാണെന്ന് നമുക്ക് തോന്നിയാലും കുഴപ്പമില്ല. ഞാൻ ബൈബിൾ വായിക്കുമെന്ന് തീരുമാനിച്ച് വായന തുടങ്ങിയാൽ
ഏതെല്ലാം തെറ്റുകളാണ് നാം ചെയ്യുന്നതെന്ന് ബൈബിൾ നമുക്ക് കാണിച്ചു തരും നിശ്ചയം. ഇന്ന് നാം നമ്മെ തന്നെ തിരുത്തുവാൻ തയ്യാറായാൽ ഈ ഭൂമിയിൽ തന്നെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. മരണത്തിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഴിയും. എന്നാൽ ഇന്ന് നാം നമ്മെ തിരുത്തുവാൻ തയ്യാറായില്ല എങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നാം പ്രതികൂലത്തിൽ ആകുവാനും മരണശേഷം നിത്യ നരകത്തിൽ വീഴുവാനും സാധ്യതയുണ്ട്. നരകമെന്നും സ്വർഗമെന്നും പറയുമ്പോൾ നമുക്ക് ശരിയായി മനസ്സിലാക്കുവാൻ ചിലപ്പോൾ സാധിക്കുകയില്ല. എന്നാൽ മരണത്തെ ജയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു നരകത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. രാവും പകലും നരകത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. നരകത്തിലെ പുഴു ചാകാത്തതും തീ കെടാത്തതും ആകുന്നു എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. നല്ല ആരോഗ്യമുള്ള സമയത്ത് വോൾട്ടയർ എന്ന ഒരു വ്യക്തി യേശുവിനെതിരെ ഒത്തിരി എഴുതി, ബൈബിളിനെതിരെയും എഴുതി. എന്നാൽ അയാൾ മരണക്കിടക്കയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ വോൾട്ടയർ പറഞ്ഞ കാര്യം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്ന ഒരു നേഴ്സ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: യേശുവേ, എനിക്ക് നീ ഒരവസരം ജീവിക്കുവാനായി തന്നാൽ, എൻ്റെ വീട് നിറയെ സമ്പാദ്യം തന്നാലും ഞാൻ നിനക്കെതിരെ ഒരു വാക്കും എഴുതുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ, അതും ആരോഗ്യമുള്ളപ്പോൾ തന്നെ ഈ യേശുവുമായി സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരിച്ച് മുടിപ്പിച്ചു. ഇന്ത്യക്കാരെ കൊള്ളയടിച്ചു. അനേകം കൊലപാതകങ്ങൾ നടത്തി. അവർ ക്രിസ്ത്യാനികളെന്ന് പേര് മാത്രം ഉള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഒരു കാലത്ത് പാപ്പാ മതക്കാരും ഒത്തിരി കൊലപാതകം നടത്തി. അവർ ബൈബിൾ വെറുക്കുന്ന ക്രിസ്ത്യാനികളായിരുന്നു. ഇന്നും അനേകം ക്രിസ്ത്യാനികൾ ബൈബിൾ കൈവശം വയ്ക്കുന്നുണ്ടെങ്കിലും ബൈബിൾ ദൈവവചനമായി അംഗീകരിക്കേണ്ടതിന് പകരം മനുഷ്യനിർമ്മിതമായ പാരമ്പര്യമാണ് വലുത് എന്ന് വ്യാജം പറഞ്ഞുകൊണ്ട് അനേകരെ വഞ്ചിക്കുന്നു. എന്നാൽ പാരമ്പര്യം വായിച്ചാൽ ആർക്കും മാനസാന്തരം വരികയില്ല, ശത്രുത്വം വർദ്ധിക്കുകയുള്ളൂ, വ്യർത്ഥമായി നമ്മുടെ സമയം പാഴാക്കുകയുള്ളൂ. എന്നാൽ ബൈബിൾ വായിച്ചാൽ, അത് അനുസരിച്ചാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഇന്ന് തുടക്കത്തിൽ വായിച്ച വാക്യമായ 19-ാം സങ്കീർത്തനം 7-ാം വാക്യം കിങ് ജെയിംസ് വേർഷനിൽ ദ ലോ ഓഫ് ദ ലോർഡ് ഈസ് പെർഫെക്റ്റ് കൺവെർട്ടിംഗ് ദ സോൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. NET ബൈബിളിൽ ദ ലോ ഓഫ് ദ ലോർഡ് ഈസ് പെർഫെക്റ്റ് ആൻഡ് പ്രിസർവ്സ് വൺസ് ലൈഫ് എന്നും, ഹോൾമാൻ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ലോർഡ് ഈസ് പെർഫെക്റ്റ് റിന്യൂവിങ് വൺസ് ലൈഫ് എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 19-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സത്യദൈവത്തിൻ്റെ പ്രബോധനം, നിർദ്ദേശം, പഠിപ്പിക്കൽ, ശിക്ഷണം എല്ലാം കുറ്റമറ്റതാണ്, ജനനന്മയ്ക്കുള്ളതാണ്. അത് മനുഷ്യൻ്റെ ജീവിതത്തെ പുതുക്കുന്നു, ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നു, ഒരുവൻ്റെ ആത്മാവിനെ പുതുക്കുന്നു, മനുഷ്യൻ്റെ ആത്മാവിന് രൂപാന്തരം വരുത്തും എന്നെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ വായിച്ച് അനുസരിച്ചാൽ എത്ര വലിയ പാപിയാണെങ്കിലും ആ പാപിയെ കുറ്റമില്ലാത്ത ഒരു വിശുദ്ധനാക്കുന്നു എന്നാണ് അതിനർത്ഥം. അനേകം പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ ഒറ്റ പുസ്തകവും പാപം എന്തെന്ന് വിശദീകരിക്കുന്നില്ല. എന്നാൽ ബൈബിൾ പാപം എന്താണെന്നും അത് ചെയ്താലുള്ള ദോഷം എന്താണെന്നും ചെയ്യാതിരുന്നാലുള്ള അനുഗ്രഹം എന്താണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. തന്നെയുമല്ല, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ രക്തം സകല പാപത്തിനും പരിഹാരം വരുത്തും. അതിനുവേണ്ടി നാം ഒന്ന് മാത്രം ചെയ്താൽ മതി. ദൈവമേ, നിന്നെ ഗ്രഹിക്കുവാൻ തക്ക ജ്ഞാനം എനിക്ക് തരയണമേ എന്ന രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. കാരണം സ്വർഗസ്ഥനായ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ കേൾക്കുവാൻ കഴിയും. ഒരു പ്രത്യുപകാരവും അവൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുകയില്ല. ആകയാൽ തേനിലും തേൻകട്ടയിലും മധുരമുള്ളതും നമ്മുടെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തി സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാക്കി തരുന്നതുമായ ദൈവത്തിൻ്റെ ന്യായപ്രമാണമായ ബൈബിൾ വായിക്കുവാനും അനുസരിക്കുവാനും ഇന്ന് തന്നെ നമുക്ക് തീരുമാനമെടുക്കാം. അപ്രകാരം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക കൃപ അവർക്ക് കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. നിത്യതയെക്കുറിച്ചുള്ള ദർശനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങ് കൊടുത്ത് സഹായിക്കണമേ. അടിയനെയും സഹായിക്കണമേ.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.